ഹലോ കൂട്ടുകാരെ, നമ്മൾ ക്ലാസ് 10 കെമിസ്ട്രിയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ നോക്കാം. റിയാക്ടിവിറ്റി സീരീസ്. ദി സീരീസ് ഒബ്റ്റെയിൻഡ് ബൈ അറേഞ്ചിങ് മെറ്റൽസ് ഇൻ ദി ഡിക്രീസിങ് ഓർഡർ ഓഫ് ദെയർ റിയാക്ടിവിറ്റി. അവരുടെ റിയാക്ടിവിറ്റിക്ക് പ്രതികരണ ശേഷിക്കനുസരിച്ച് മെറ്റൽസിനെ ഡിക്രീസിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യുന്ന സീരീസിനെയാണ് റിയാക്ടിവിറ്റി സീരീസ് എന്ന് പറയുന്നത്. ഓക്സിഡേഷൻ, ലോസിങ് ഓഫ് ഇലക്ട്രോൺസ്. ഇലക്ട്രോൺസിനെ നഷ്ടപ്പെടുന്നതാണ് ഓക്സിഡേഷൻ എന്ന് പറയുന്നത്. അത് ആനോഡിലാണ് നടക്കുന്നത്. അതുപോലെ തന്നെ റിഡക്ഷൻ, ഗെയിനിങ് ഓഫ് ഇലക്ട്രോൺസ് ടേക്ക് പ്ലേസ് അറ്റ് കാഥോഡ്. റിഡക്ഷൻ എന്ന് പറയുന്ന ഇലക്ട്രോൺസിനെ നേടുകയാണ് റിഡക്ഷൻ എന്ന് പറയുന്ന. ഓക്സിഡേഷൻ ഇലക്ട്രോൺസിനെ നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അത് ആനോഡിൽ നടക്കുന്നതാണ്. റിഡക്ഷൻ കാഥോഡിൽ നടക്കുകയാണ്. ഇനി ഓക്സിഡേഷനും റിഡക്ഷനും ടേക്സ് പ്ലേസ് സൈമിൾട്ടേനിയസ്ലി. ഓക്സിഡേഷനും റിഡക്ഷനും ഒരുപോലെ നടക്കുന്നുണ്ടെങ്കിൽ ആ റിയാക്ഷനെ റിഡോക്സ് റിയാക്ഷൻ എന്ന് വിളിക്കാം. റിഡോക്സ് പ്രവർത്തനം എന്ന് വിളിക്കാം. ഇലക്ട്രോളിസിസ് എന്ന് പറയുന്നത് ദി പ്രോസസ് ഓഫ് കെമിക്കൽ ചേഞ്ച് ടേക്കിംഗ് പ്ലേസ് ഇൻ ആൻ ഇലക്ട്രോലൈറ്റ് ബൈ പാസിംഗ് ഇലക്ട്രിസിറ്റി വൈദ്യുതി കടത്തി വിടുമ്പോൾ അവിടെ ഒരു കെമിക്കൽ ചേഞ്ച്, രാസമാറ്റം സംഭവിക്കുകയാണെങ്കിൽ ആ ഇലക്ട്രോലൈറ്റിൽ, ആ പ്രോസസ്സിനെയാണ് ഇലക്ട്രോളിസിസ് എന്ന് പറയുന്നത്. ദി പ്രോസസ് ഓഫ് കെമിക്കൽ ചേഞ്ച് ടേക്ക് പ്ലേസ് ഇൻ ആൻ ഇലക്ട്രോലൈറ്റ് ബൈ പാസിംഗ് ഇലക്ട്രിസിറ്റി. ഇനി ഇലക്ട്രോ പ്ലേറ്റിംഗ് എന്ന് പറയുന്നത് ദി പ്രോസസ് ഓഫ് ഒബ്റ്റെയിനിങ് എ കോട്ടിംഗ് ഓഫ് വൺ മെറ്റൽ ഓവർ അനദർ മെറ്റൽ. ഒരു മെറ്റലിൻ്റെ മുകളിലായി വേറൊരു മെറ്റലിനെ കോട്ടിംഗ് ആയിട്ട് കൊടുക്കുന്ന രീതിയാണ് ഇലക്ട്രോ പ്ലേറ്റിംഗ് എന്ന് പറയുന്നത്. ദി പ്രോസസ് ഓഫ് ഒബ്റ്റെയിനിങ് എ കോട്ടിംഗ് ഓഫ് വൺ മെറ്റൽ ഓവർ അനദർ മെറ്റൽ. ഇനി ഇലക്ട്രോളിസിസ് ഓഫ് NaCl സൊല്യൂഷനിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഓൺ ഇലക്ട്രോളിസിസ് ഓഫ് NaCl സൊല്യൂഷൻ, സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ്റെ ലായനി, NaCl സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ലായനി, അതിനെ ഇലക്ട്രോളിസിസ് ചെയ്യുമ്പോൾ Cl2 ഇസ് കളക്റ്റഡ് അറ്റ് ആനോഡ്. ആനോഡിൽ കളക്ട് ചെയ്യപ്പെടുന്നത് Cl2 ആണ്. ആനോഡിൽ കളക്ട് ചെയ്യപ്പെടുന്ന ആരാണ്? ക്ലോറിൻ. ആനോഡിൽ കളക്ട് ചെയ്യപ്പെടുന്ന ആരാണ്? Cl2 ആണ്. ആനോഡിൽ NaCl സൊല്യൂഷനിൽ ആനോഡിൽ കളക്ട് ചെയ്യപ്പെടുന്നത് Cl2 ആണ്. കാഥോഡിൽ അപ്പോൾ കളക്ട് ചെയ്യപ്പെടുന്നത് H2മാണ്. നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് മെറ്റൽസ് റിയാക്ട് വിത്ത് ഹോട്ട് വാട്ടർ? ചൂടുവെള്ളമായിട്ട് റിയാക്ട് ചെയ്യുന്ന മെറ്റൽ ഏത്? Au ഗോൾഡ്, Cu കോപ്പർ, Ag സിൽവർ, Mg മഗ്നീഷ്യം. അപ്പോൾ ഈ 4 എണ്ണത്തിൽ ഹോട്ട് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുന്ന ആരാണ്? മഗ്നീഷ്യം, Mg ആണ്. നെയിം ദി പ്രൊഡക്റ്റ് ഒബ്റ്റെയിൻഡ് അറ്റ് ദി കാഥോഡ് വെൻ NaCl സൊല്യൂഷൻ ഈസ് ഇലക്ട്രോളൈസ്ഡ്. NaCl സൊല്യൂഷൻ, സോഡിയം ക്ലോറൈഡ് ലായനി ഇലക്ട്രോളൈസ്ഡ് ചെയ്യുമ്പോൾ, വൈദ്യുതി കടത്തി വിടുമ്പോൾ കാഥോഡിൽ ഒബ്റ്റെയിൻ ചെയ്യുന്ന പ്രൊഡക്റ്റ് ഏതാണ്? നമ്മൾ മുമ്പ് പഠിച്ചു. Cl2 ആനോഡിലും H2 കാഥോഡിലുമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ആരാണ് ആൻസർ? H2 ആണ് കാഥോഡിൽ ഉണ്ടാകുന്ന പ്രൊഡക്റ്റ്. Cl2 ആനോഡിൽ ഉണ്ടാവുന്നതാണ്. അടുത്ത ചോദ്യം, വിച്ച് അമോങ് ദി ഫോളോയിങ് മെറ്റൽസ് ഡസ് നോട്ട് റിയാക്ട് വിത്ത് ഡൈല്യൂട്ട് HCl? ഡൈല്യൂട്ട് HCl, നേർപ്പിച്ച HCluമായിട്ട് റിയാക്ട് ചെയ്യാത്ത മെറ്റൽ ഇതിലേതാണ്? അലൂമിനിയം, Cu കോപ്പർ, Fe അയൺ, K പൊട്ടാസ്യം. ആരാണ് ഡൈല്യൂട്ട് HCluമായിട്ട് റിയാക്ട് ചെയ്യാത്തത്? Cu കോപ്പർ ആണ്. വിച്ച് ഇലക്ട്രോലൈറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഇലക്ട്രോപ്ലേറ്റിംഗ് കോപ്പർ ഓൺ ആൻ അയൺ റിംഗ്? അയൺ റിങ്ങിൻ്റെ മണ്ടയിൽ ഇലക്ട്രോപ്ലേറ്റിംഗ് ആയിട്ട് കോപ്പറിനെ ചെയ്യണമെങ്കിൽ ഏത് ഇലക്ട്രോലൈറ്റാണ് ഉപയോഗിക്കുന്നത്? FeSO4 ഉണ്ട്, AgNO3 ഉണ്ട്, ZnSO4 ഉണ്ട്, CuSO4 ഉണ്ട്. അപ്പോൾ ഏതാണ്? കോപ്പറിനെയാണ് ഇലക്ട്രോപ്ലേറ്റ് ചെയ്യുന്നത് അയൺ റിങ്ങിൻ്റെ മുകളിലായിട്ട്. അപ്പോൾ ഏതാണ് ഉപയോഗിക്കുന്നത്? CuSO4, കോപ്പർ സൾഫേറ്റ്. ഏതാണ്? CuSO4. അടുത്തത് വിച്ച് ഇസ് ദി ഇലക്ട്രോലൈറ്റ് യൂസ്ഡ് ടു ഇലക്ട്രോപ്ലേറ്റ് സിൽവർ ഓൺ എ റിങ്? ഒരു റിങ്ങിന് വേണ്ടി സിൽവറിനെ ഇലക്ട്രോപ്ലേറ്റ് ചെയ്യണമെങ്കിൽ ഏത് ഇലക്ട്രോലൈറ്റ് ഉപയോഗിക്കുന്നത്? ഏതാണ്? AgNO3, സിൽവർ നൈട്രേറ്റ്. ഏതാണ്? AgNO3. സിൽവറിനെയാണ് ഇലക്ട്രോപ്ലേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നതെങ്കിൽ അത് ഏത് ഇലക്ട്രോലൈറ്റാണ് അവിടെ ഉപയോഗിക്കുന്നത്? AgNO3. കോപ്പർ ആണെങ്കിൽ ഇലക്ട്രോപ്ലേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നതെങ്കിൽ അവിടെ ഉപയോഗിക്കുന്ന ഇലക്ട്രോലൈറ്റ് ഏതാണ്? CuSO4. വാട്ട് ഈസ് ദി എനർജി ചേഞ്ച് ടേക്കിംഗ് പ്ലേസ് ഇൻ എ ഗാൽവനിക് സെല്ല്? ഊർജ്ജമാറ്റം ഗാൽവനിക് സെല്ലിൽ സംഭവിക്കുന്ന ഊർജ്ജമാറ്റം, എനർജി ചേഞ്ച് എങ്ങനെയാണ്? കെമിക്കൽ എനർജി ടു ഇലക്ട്രിക് എനർജി. എങ്ങനെയാണ്? കെമിക്കൽ എനർജി ടു ഇലക്ട്രിക് എനർജി ആയിട്ടാണ് മാറുന്നത്. ഗാൽവനിക് സെല്ലിൽ എങ്ങനെയാണ് എനർജി ചേഞ്ച് നടക്കുന്നത്? കെമിക്കൽ എനർജി ടു ഇലക്ട്രിക്കൽ എനർജി. അടുത്ത ചോദ്യം, അയോൺസ് ആർ ദി കറന്റ് കാരിയേഴ്സ് ഇൻ ഇലക്ട്രോലൈറ്റ്സ്. എ
NaCl in its solid state is not an electric conductor. NaCl ഖരാവസ്ഥയിലാണെങ്കിൽ വൈദ്യുതിയെ കടത്തിവിടുന്നില്ല. ബട്ട് മോൾട്ടൺ NaCl, ഉരുകിയ NaCl ആണെങ്കിൽ ഇലക്ട്രിസിറ്റിയെ കടത്തിവിടുന്നുണ്ട്. ക്യാൻ കണ്ടക്ട് ഇലക്ട്രിസിറ്റി. ഗീവ് റീസൺ. ഇൻ ദി സോളിഡ് സ്റ്റേറ്റ് ദി അയോൺസ് ആർ ടൈറ്റ്ലി ഹെൽഡ്. ഖരാവസ്ഥയിലിരിക്കുന്ന സോളിഡ് സ്റ്റേറ്റിലിരിക്കുന്ന അയോണുകളെല്ലാം മുറുകെ ടൈറ്റ്ലി ഹോൾഡ് ചെയ്ത് പിടിച്ചിരിക്കുകയാണ്. സോ ദേ ഹാവ് നോ ഫ്രീഡം ടു മൂവ്. അതുകൊണ്ട് അവർക്ക് സ്വതന്ത്രമായിട്ട് മൂവ് ചെയ്യുവാൻ സാധിക്കില്ല. ബട്ട് ഇൻ ദി അക്യൂസ് ഓർ മോൾട്ടൺ സ്റ്റേറ്റ്, ഉരുകിയ നിലയിലോ അല്ലെങ്കിൽ ലൈനി രൂപത്തിലോ ഇരിക്കുന്ന NaCl ആണെങ്കിൽ അയോൺസ് എല്ലാം എന്താണ്, ഫ്രീ ആണ്, അവർക്ക് സ്വതന്ത്രമായിട്ട് മൂവ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ടാണ് മോൾട്ടൺ NaCl അല്ലെങ്കിൽ അക്യൂസ് NaCl ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യുന്നതും സോളിഡ് സ്റ്റേറ്റ് ഖരരൂപത്തിലുള്ള NaCl ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യാത്തതും. അടുത്ത ചോദ്യം, വാട്ട് ആർ ദി പ്രൊഡക്ട്സ് ഒബ്റ്റെയിൻഡ് അറ്റ് ദി ആനോഡ് ആൻഡ് കാഥോഡ് ഡ്യൂറിങ് ദി ഇലക്ട്രോളിസിസ് ഓഫ് മോൾട്ടൺ NaCl? മോൾട്ടൺ NaClൻ്റെ കേസിൽ ആനോഡിലും കാഥോഡിലും ഉണ്ടാകുന്ന പ്രൊഡക്ട്സ് എന്തൊക്കെയാണെന്നാണ്. ശ്രദ്ധിച്ചോളുക. ഉരുകിയ NaCl, മോൾട്ടൺ NaCl കാഥോഡിൽ എണ്ണയും ആനോഡിൽ Cl2 ആണ്. മോൾട്ടൺ NaCl കാഥോഡിൽ എണ്ണയും ആനോഡിൽ Cl2മാണ്. അടുത്ത ചോദ്യം, ഇഫ് ദി അക്യൂസ് സൊല്യൂഷൻ ഓഫ് NaCl ഈസ് ഇലക്ട്രോളൈസ്ഡ്, അക്യൂസ് സൊല്യൂഷൻ ഓഫ് NaCl ഇലക്ട്രോളൈസ്ഡ് ചെയ്യുവാണെങ്കിൽ എന്താണ് ഓരോ ഇലക്ട്രോഡിലും ആനോഡിലും കാഥോഡിലും ഉണ്ടാകുന്ന പ്രോഡക്റ്റ് എന്ന്? കാഥോഡിൽ H2 ആണ്, അക്യൂസ് സൊല്യൂഷനാണ്. അക്യൂസ് സൊല്യൂഷൻ ആകുമ്പോൾ അതെന്താണ്, വാട്ടർ ആഡ് ചെയ്തുള്ളതല്ലേ. അപ്പോൾ അവിടെ കാഥോഡിൽ ഉണ്ടാകുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് H2 ആണ്, ഹൈഡ്രജൻ H2 ആണ്. ആനോഡിൽ ഉണ്ടാകുന്നത് Cl2 ആണ്. എന്താണ്, ആനോഡിൽ Cl2. അപ്പോൾ രണ്ട് കേസിൽ മോൾട്ടൺ NaClലും അക്യൂസ് സൊല്യൂഷൻ ഓഫ് NaClലും ആനോഡിൽ Cl2 ആണ്. ഇനി അക്യൂസ് സൊല്യൂഷൻ ആണെങ്കിൽ കാഥോഡിൽ ഉണ്ടാകുന്ന പ്രോഡക്റ്റ് H2 ഹൈഡ്രജൻ ആണ്. ഇനി മോൾട്ടൺ NaCl ആണെങ്കിൽ കാഥോഡിൽ Na ആണ്. ഒന്നുകൂടെ പറഞ്ഞുതരാം, മോൾട്ടൺ NaClലും അക്യൂസ് സൊല്യൂഷൻ ഓഫ് NaClലും ആനോഡ് സെയിം ആണ്, Cl2 ആണ് പ്രോഡക്റ്റ്. ഇനി കാഥോഡിൽ ഉണ്ടാകുന്നത് വ്യത്യാസമുള്ളൂ, അതിങ്ങനെ ശ്രദ്ധിച്ചാൽ മതി. അക്യൂസ് NaCl ആണെങ്കിൽ കാഥോഡിൽ H2 ആണ്, ഹൈഡ്രജൻ ആണ്. മോൾട്ടൺ NaCl ആണെങ്കിൽ അത് Na-യുമായിരിക്കും. അടുത്ത ചോദ്യം, ഇലക്ട്രോപ്ലേറ്റിംഗ് ഈസ് വൺ ഓഫ് ദി പ്രാക്ടിക്കൽ യൂട്ടിലിറ്റീസ് ഓഫ് ഇലക്ട്രോളിസിസ്. കോപ്പർ ക്യാൻ ബി കോട്ടഡ് ഓൺ ആൻ അയൺ ബാങ്കിൾ ബൈ ദിസ് പ്രോസസ്. ഈ ചോദ്യം, വിച്ച് മെറ്റൽ ഈസ് കണക്റ്റഡ് ടു ദി നെഗറ്റീവ് ടെർമിനൽ ഓഫ് ബാറ്ററി ഇൻ ദിസ് പ്രോസസ്? ഈ പ്രോസസ്സ് നടക്കുമ്പോൾ നെഗറ്റീവ് ടെർമിനൽ, ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലിലേക്ക് കണക്ട് ചെയ്യുന്ന മെറ്റൽ ഏതാണെന്നാണ്. ഇപ്പോൾ കോപ്പർ നമ്മൾ അയൺ ബാങ്കിളിനെ കോട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഇലക്ട്രോപ്ലേറ്റിംഗ് പ്രോസസ്സ് നടത്തുന്നത്. അപ്പോൾ ഇവിടെ ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലിൽ കണക്ട് ചെയ്യുന്ന മെറ്റൽ എന്താണ്? അയൺ ബാങ്കിളാണ്. എന്താണ്? അയൺ ബാങ്കിളാണ്. വിച്ച് ഇസ് ദി ഇലക്ട്രോലൈറ്റ് യൂസ്ഡ് ഹിയർ? ഇവിടെ ഉപയോഗിക്കുന്ന ഇലക്ട്രോലൈറ്റ് ഏതാണ്? ഇവിടെ കോപ്പറാണ് നമ്മൾ അയൺ ബാങ്കിളിൽ കോട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്ന ഇലക്ട്രോലൈറ്റ് എന്താണ്? CuSO4 സൊല്യൂഷൻ, കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ. റൈറ്റ് വൺ പ്രാക്ടിക്കൽ യൂട്ടിലിറ്റി ഓഫ് ഇലക്ട്രോളിസിസ്. ആനോഡൈസിങ്. എന്താണ്? ആനോഡൈസിങ്. അപ്പോൾ ഒരു പ്രാക്ടിക്കൽ യൂട്ടിലിറ്റി ഓഫ് ഇലക്ട്രോളിസിസ് എഴുതാൻ പറഞ്ഞാൽ ആനോഡൈസിങ് എഴുതുകയാണ്. അതുപോലെ തന്നെ കോപ്പർ അയൺ ബാങ്കിളിൽ കോട്ട് ചെയ്യുന്നത് ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് വിളിക്കുന്നു. ഈ ഇലക്ട്രോപ്ലേറ്റിങ്ങിൽ ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലിൽ കണക്ട് ചെയ്യുന്ന മെറ്റൽ അയൺ ബാങ്കിളായിരിക്കും. അതുപോലെ തന്നെ കോപ്പറാണ് നമ്മൾ കോട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടെ ഉപയോഗിക്കുന്ന ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ആയിരിക്കും. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കുന്നത്. താങ്ക്